അത് ഞാൻ ഇന്നത്തെ ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിശദീകരിക്കാം. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് പണം കൊടുക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേർന്ന് അവർ വെച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ക്യാബിനറ്റ് കൂടി എടുത്ത തീരുമാനത്തിൻ്റെ പിൻബലത്തിൽ ആ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചു. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരമാണ് ഇന്നത്തെ ക്യാബിനറ്റ് നടപടിയോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2-ാം തീയതി മന്ത്രിമാരുടെ യോഗം ചേർന്നു. പിന്നെ PRS വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി. പാലക്കാട് മാത്രമായിരുന്നു പ്രാഥമിക സംഘങ്ങൾ. എല്ലാം സിവിൽ സപ്ലൈസിൻ്റെ സപ്ലൈകോയുടെ കീഴിൽ കൊണ്ടുവന്നു. ഇതുവരെ 52 കോടി രൂപ ഈ പാക്സിന് പ്രൈമറി സംഘങ്ങൾക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ആ തുക കൺസോർഷ്യം കൊടുക്കും. SBI കാനറ ബാങ്ക് കൺസോർഷ്യവുമായിട്ട് നമ്മൾ ചർച്ച നടത്തി നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അവർ കൂടി ആ കാര്യത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള തീരുമാനം പൂർണ്ണമായി എല്ലാവർക്കും പണം ഉടൻ തന്നെ വിതരണം ചെയ്യാൻ പറ്റും. പാലക്കാട് നെൽകർഷകർ ഒരു വലിയ തടസ്സമായിട്ട് നിന്നിട്ട് എല്ലാ തടസ്സങ്ങളും നീക്കി. പിന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി സ്പെഷ്യൽ ഗവൺമെൻറ് ബിൽഡർമാർ, അതുപോലെ സീനിയർ ഗവൺമെൻറ് ബിൽഡർമാർ കുറേ പേര് നമ്മളിന്ന് നിയമിച്ചിട്ടുണ്ട്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മുണ്ടത്തിക്കോട് ഗ്രാമത്തിലെ കട്ടക്കുളം പ്രദേശത്ത് വെടിമരുന്ന് ശാലയിലുണ്ടായ സ്ഫോടനത്തിൽ അപകടത്തിൽപ്പെട്ടവർ, അതായത് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടവരുടെ ആശ്രിതർ, അപകട സ്ഥലത്ത് നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങളുടെ DNA പരിശോധനയിൽ കണ്ടെത്തിയവരുടെ ആശ്രിതർ എന്നിവർക്ക് എല്ലാവർക്കും 14 ലക്ഷം രൂപ വെച്ച് ധനസഹായം അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തു. ഓരോ വകുപ്പിന് കീഴിലും പ്രവർത്തിക്കുന്ന വിവിധ ബോർഡ് കോർപ്പറേഷനുകളിൽ മുൻ സർക്കാരിൻ്റെ കാലത്ത് നിയമിതരായി ഇപ്പോഴും തുടർന്നു വരുന്ന ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നിവരെ തലസ്ഥാനത്ത് നിന്നും നിയമാനുസൃതമായി മാറ്റുന്നതിന് സ്വതന്ത്ര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്രകാരം വരുന്ന ഒഴിവുകളിൽ നിയമാനുസൃതം പുതിയ നിയമനങ്ങൾ നടത്തും. അന്തരിച്ച നവീൻ ബാബുവിൻ്റെ സഹധർമ്മിണി ശ്രീമതി മഞ്ജുഷയുടെ നിവേദനം പരിഗണിച്ച് കണ്ണൂർ ജില്ലാ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണകാരണത്തെപ്പറ്റി അന്വേഷിക്കുന്നതിനായി CBI അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ മകൾ കുമാരി നിരഞ്ജന നായർക്ക് പ്രത്യേക കേസായി പരിഗണിച്ച് ആശ്രിത നിയമനം നൽകാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. കേരളത്തിലെ തീരപ്രദേശത്തെ കടലിൽ 2026 ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നതിന് തീരുമാനിച്ചു. ഇതാണ് മന്ത്രിസഭാ തീരുമാനം. പിന്നെ ഇന്ന് സഭയിൽ വച്ച വൈറ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ ഈ ധവളപത്രം ഒരു കുറ്റാന്വേഷണ റിപ്പോർട്ടോ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻറ്റോ ഒന്നുമല്ല. സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് ഫിസ്ക്കൽ ഹെൽത്ത് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം എന്താണ് എന്ന് എല്ലാ വിഭാഗം ജനങ്ങളെ, സാധാരണക്കാരായ ആളുകളെ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഡോക്യുമെൻ്റാണ്. എത്ര വരുമാനം നമുക്ക് ലഭിക്കുന്നു, എത്ര ചെലവഴിക്കുന്നു, എത്ര ബാധ്യതകളുണ്ട്, ഭാവിയിൽ എത്ര സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകും എന്നെല്ലാമാണ് ഇതിൽ പറയുന്നത്. വൈറ്റ് പേപ്പർ അനിവാര്യമാകുന്ന മറ്റൊരു പ്രധാന കാരണം പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ്. കഴിഞ്ഞ സർക്കാർ പാസ്സാക്കിയ 26-27 ബജറ്റിലെ ന്യൂനതകളുടെ യഥാർത്ഥ ചിത്രം അതിനകത്ത് വരും. ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ 25-26 ബജറ്റ് കണക്കുകൾ പ്രകാരം കേരളത്തിൻ്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണ്. ഇത് സ്റ്റേറ്റിൻ്റെ GSTPയുടെ 35.5%. ഈ കടം കണക്കാക്കുന്നത്, കടത്തിന് പരിധിയുള്ളതുകൊണ്ട് കടം കണക്കാക്കുന്നത് സ്റ്റേറ്റ് GDPയുടെ GSTPയുടെ എത്ര ശതമാനം വരുമെന്നാണ്. 35.5% കടം വരുന്നത്. അതായത് 18 പ്രധാന സംസ്ഥാനങ്ങളുടെയാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. അത് ദേശീയ ശരാശരി 29.2ഉം ഈ 18 സംസ്ഥാനങ്ങളുടെ ശരാശരി 28.81. അപ്പോൾ കേരളത്തിൻ്റേത് 35.5%. ഉയർന്ന തോതിലാണ് ഈ കടവും GSTPയും തമ്മിലുള്ള റേഷ്യോ. പലിശ, സംസ്ഥാനത്തിൻ്റെ പലിശ ചെലവ് വരുമാന ചെലവിൻ്റെ
മൊത്തമുള്ള വരുമാനത്തിൻ്റെ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ 17.73% വരും. ദേശീയ ശരാശരി 11.99%. ഭയങ്കര വലിയ തുക പലിശ വലിയ പലിശയ്ക്കൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് പലിശ മൊത്തം എക്സ്പെൻഡിച്ചറിൻ്റെ 17.73% പലിശയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. വികസന ചെലവ് ആകെ ചെലവിൻ്റെ 39.9% മാത്രമാണ് ആകെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ദേശീയ ശരാശരി 63.5. വ്യത്യാസം മനസ്സിലായ കേരളത്തിൻ്റെ? അപ്പോൾ കൂടുതൽ പൈസ ചെലവാക്കുന്നത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിനാണ്. പലിശ, ശമ്പളം, അത് മനസ്സിലായ, പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മറ്റത് നേരെ വേണ്ട 39.9 നമ്മുടെ ആകുമ്പോൾ 63.5 അവർ വികസന കാര്യങ്ങൾക്ക് ചിലവാക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, മൂലധന ചെലവ്. അത് മൊത്തം GSDPയുടെ 1.34% മാത്രമാണ്. ദേശീയ ശരാശരി 3.2, സംസ്ഥാനങ്ങളുടെ ശരാശരി 3.09. അതായത് കടം എടുക്കുന്നത് മൂലധന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനല്ല വിനിയോഗിക്കുന്നത്. മൊത്തത്തിൻ്റെ ഒരു 1.34% മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിതിപ്പോൾ നിയമസഭയിൽ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അതായത് 35,000 കോടി രൂപയുടെ പ്ലാനാണ് നിലവിലുള്ള പ്ലാൻ. അതിനാണല്ലോ ഞങ്ങൾ ഗവൺമെൻറ് ഓൾട്ടർനേറ്റീവ് മെമ്മോറാണ്ടം കൊണ്ടുവന്ന് ബഡ്ജറ്റ് കൊണ്ടുവരുന്നത്. ഇതിൽ 20,500 കോടി ഇപ്പം ഇല്ല. 15,000 കോടി ബാക്കിയുള്ളൂ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ തെറ്റായ കണക്കാണ്. പ്ലാൻ അങ്ങനെ ഒരിക്കലും കൂട്ടാൻ പാടില്ല. അതായത് അവരുടെ ഒരു കണക്ക് 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 55,000 കോടി രൂപ 5 കൊല്ലമായി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന 16ാം ധനകാര്യ കമ്മീഷനും അതുപോലെ ഗ്രാന്റ് തരും. ആദ്യത്തെ വർഷം 14,137 കോടി രൂപ കിട്ടും എന്ന് പ്ലാനിൽ എഴുതി വെച്ചു. അത് കിട്ടിയേക്കാം എന്നാണ് സംഭവം. പക്ഷെ 16ാം ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തലാക്കി. അപ്പോൾ പ്ലാനിലെ 14,137.69 കോടി ഇല്ല. മനസ്സിലാക്കണം. 2, 16ാം ധനകാര്യ കമ്മീഷൻ 15 ധനകാര്യ കമ്മീഷൻ നമുക്ക് തന്നിരുന്നത് 1.92% ഡെവല്യൂഷൻ, നികുതി വിഹിതം. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കണക്ക് കൂട്ടി അത് 2.8 കിട്ടും. ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ കിട്ടിയപ്പോൾ 2.38 കിട്ടിയുള്ളൂ. അതിൽ നഷ്ടം 5,758.93 കോടിയാണ്. ഇതിന് പുറമെ മറ്റു ചില ഗ്രാന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഗ്രാന്റ് കിട്ടാത്തത് 603 കോടി. അപ്പോൾ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. ഒരു ഗവൺമെൻറ്റും കേരള ചരിത്രത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്ത ഗുരുതരമായ സിറ്റുവേഷനാണ് ഉള്ളത്. പ്ലാനിൻ്റെ 35,000 കോടിയിൽ ഇവർ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് വെച്ച 20,500 കോടി ഇല്ല. ഇതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. ഒരു ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കിട്ടിയേക്കാം, കിട്ടും എന്നെല്ലാം പറഞ്ഞ് പ്ലാൻ ഉണ്ടാക്കാമോ? അങ്ങനെ ഉണ്ടാക്കിയ പ്ലാനാണ്. നോക്കിക്കോ, ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസിൽ ആ ഷോർട്ട് ഫോൾ 2.8 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 2.3 കിട്ടിക്കഴിഞ്ഞപ്പോൾ 3 to 8 കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിൻ്റെ 14,137 രൂപ ടോട്ടലാണ്. 20,500 ഞാൻ പറഞ്ഞതിൻ്റെ സ്പ്ലിറ്റപ്പാണ് അടുത്തത്. അപ്പോൾ പിന്നെ അതുകൂടാതെ സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള DA DR കുടിശ്ശിക. DA ജീവനക്കാർക്ക്, DR പെൻഷൻകാർക്ക്, സപ്ലൈകോ, കാരുണ്യ ഇൻഷുറൻസ് കോൺട്രാക്ടർമാർക്ക്, പിന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, SC ST കുടിശ്ശിക, ലോക്കൽ ബോഡിക്ക് അടക്കം 48,733 കോടി രൂപ. ഇതിൽ 21,690 കോടി രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. ഇതിന് കൂടാതെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ശമ്പള കമ്മീഷൻ്റെ കാലാവധി പൂർത്തിയായി അവരുടെ റിപ്പോർട്ട് കൊടുത്ത് അതിന്മേൽ നടപടി ആ ഗവൺമെൻറ് എടുക്കണമായിരുന്നു. അത് മനഃപൂർവ്വം പേ കമ്മീഷൻ വയ്ക്കാതെ അവസാന സമയത്ത് പേ കമ്മീഷൻ വെച്ച് ഈ ഗവൺമെൻറ് വരുമ്പോൾ പേ കമ്മീഷൻ റിപ്പോർട്ട് തന്നു. ഗുരുതരമായ ബാധ്യത ഒരു ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഗവൺമെൻറ്റിന്
ഉണ്ടാക്കി വയ്ക്കും വേറെ. ഇത് കൂടാതെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ബാധ്യത ഈ തുകയിൽ ഉൾപ്പെട്ടിട്ടില്ല. അല്ലാതെയാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരുന്നത്. നോക്കിക്കോ, DRES 21,670, DR എന്ന് പറഞ്ഞാൽ പെൻഷൻകാർക്കുള്ളത് 14,000. ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റം, ബാങ്കുകൾക്കും കോൺട്രാക്ടർമാർക്കുള്ള ആ ഡിസ്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട് കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കുന്നത്. അതിൽ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത് 3,431 കോടി. UGC DRES യൂണിവേഴ്സിറ്റിയും കോളേജ് സ്റ്റാഫിന് 1,500 കോടി. ഹെൽത്ത് ഇതും മറ്റേ കാരുണ്യ സ്കീമിന് കൊടുക്കാനുള്ളത് 2,017 കോടി. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2,893 കോടി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ 476 കോടി. SC/ST സ്കോളർഷിപ്പ് അരിയസ് പോലും കൊടുത്തിട്ടില്ല, 377 കോടിയാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 3ാം ഗഡു കൊടുക്കാതെയാണ് പോയത്, 1,982. അങ്ങനെയാണ് 48,733 വരുന്നത്. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട തുക നേരത്തെ DAD അതെല്ലാം സപ്ലൈകോ KMCL എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് 21,000 കോടി രൂപ ഇപ്പോൾ കൊടുക്കണം. പിന്നെ കേരളത്തിലെ ട്രഷറിയിൽ വലിയ തുക ക്യാഷ് ബാലൻസ് വെച്ചിട്ടാണ് സർക്കാർ പോയതെന്നും പറഞ്ഞുള്ള വ്യാപകമായ പ്രചരണമാണ്. ഇത് 2015, 16, 16, 17 സാമ്പത്തിക വർഷങ്ങളിൽ ട്രഷറിയും മെച്ചപ്പെട്ടായിരുന്നു. 17, 18, 18, 19 അത് ബാലൻസ് കുറയാൻ തുടങ്ങി. ഈ ബാലൻസിലൊരു കാര്യമില്ല, കാരണം വെച്ചാൽ ഓരോ സമയത്ത് വരുന്ന പൈസ. ഇപ്പോൾ ഒരു 6,000 കോടി വരാൻ കാര്യം IGSTയും സെൻട്രൽ ഗ്രാൻറ്റും വന്നു. പക്ഷെ മെയ് 16 ആയപ്പോഴേക്കും അത് 2,000 കോടിയായിട്ട് ചുരുങ്ങി. മെയ് 16-ന് 2,212 കോടിയായി. അപ്പോൾ ഈ പൈസ ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിച്ചത്, സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിച്ചത് ബാക്കി പൈസ വെച്ചിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഉദാഹരണം പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് ശമ്പളം കിട്ടുന്നു 50,000 രൂപ. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പലചരക്കടയിൽ കൊടുക്കണം, പാലുകാരന് കൊടുക്കണം, പത്രക്കാരന് കൊടുക്കണം, മീറ്റ് മേടിക്കണമെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ അവിടെ കൊടുക്കണം, മീൻകാർക്ക് കൊടുക്കണം. ഒരുപാട് ഒബ്ലിഗേഷൻസ്. ഇത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ സാധാരണ. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെന്ന് മുറി അടച്ചിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പറയുവാണ്, 50,000 രൂപ പോക്കറ്റിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് 50, ഒറ്റ പൈസ ഇല്ല, കണ്ടാന്നേ. പക്ഷെ വാതിൽ തുറക്കാൻ പറ്റില്ല. എൻ്റെ വാതിൽ തുറന്നാൽ പലചരക്കടക്കാരൻ നിൽക്കുകയാണ്, പാലുകാരൻ നിൽക്കുകയാണ്, പത്രക്കാരൻ നിൽക്കുകയാണ്, മീൻ കൊണ്ടുവന്ന ചേച്ചി വരെ അവിടെ നിൽക്കുകയാണ് വാതിക്ക്. ഇതാണ് ഈ ബാക്കി ഖജനാവിൽ വെച്ചിട്ടെന്ന് പറഞ്ഞതിൻ്റെ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇതാണ് ബാക്കി വെച്ചേക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ ബാക്കി വെച്ചാൽ 3ാം ഗഡു കൊടുത്തിട്ട് പോയിരുന്നില്ലേ? ഏറ്റവും SC/ST കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പോയിരുന്നില്ലേ? സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള തുകയാണ്, അത് കൊടുത്തില്ല. 3ാം ഗഡു കൊടുത്തില്ല. മരുന്ന് മേടിക്കാനുള്ള കാശ് KMCSL കൊടുക്കാൻ പാടില്ലായിരുന്നു, അതും കൊടുത്തില്ല. ഒടുക്കത്തെ വിലക്കയറ്റമാണ് കേരളത്തിൽ. 2,893 കോടി രൂപ കൊടുക്കാനുണ്ട് സപ്ലൈകോയ്ക്ക്. മാർക്കറ്റിൽ ഇടപെടേണ്ട ഏജൻസിയാണ്, കൊടുത്തില്ല. ഇത് ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് ഈ ട്രഷറി ബാലൻസ്. മനസ്സിലായല്ലോ? ഇത്രയും ബാധ്യത വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ട്രഷറിയുടെ കണ്ടില്ലേ ആ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് അവസാനത്ത് നോക്കിയാൽ 2024, 25 10 മാസം നെഗറ്റീവായിരുന്നു. ഏത് ട്രഷറി പൈസ ഉണ്ടായില്ല 12 മാസത്തിൽ. കഴിഞ്ഞ വർഷം 7 മാസം നെഗറ്റീവായിരുന്നു ഈ തുക. ഇപ്പോൾ ഇത് അവസാനം 16-ാം തീയതി 2,212 കോടിയാണ്. അപ്പോൾ അത്രയും നമുക്ക് ഒബ്ലിഗേഷൻസ് ഉണ്ട്, ഡെറ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വെറുതെ ആളുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ഇപ്പോൾ പദ്ധതി എക്സ്പെൻഡിച്ചർ കാണിക്കുന്നതിനും ഒരു ചെറിയ കൗശലം കാണിക്കുന്നുണ്ട്. ഇപ്പം നോക്കിയേ, പദ്ധതി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. 24, 23, 24 യഥാർത്ഥത്തിൽ ചെയ്തത് 30,000 കോടി ആണ് പദ്ധതി. ചെലവ് വരുത്തിയിരിക്കുന്ന 38,000 കോടിയായിട്ട് കാണിക്കുന്നത്. 127% പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നാണ്. നിങ്ങൾ ഞെട്ടിപ്പോവും. അതായത് പ്ലാനിൽ കട്ട് ചെയ്തേക്കുവാണ്. ശരിക്കും 30,000 കോടിയിൽ വലിയ തുക ഈ 24, 25, 23, 24 കുറവ് വന്നു. വലിയ തുക പ്ലാൻ സൈസിൽ ഇല്ലേ കട്ട് ചെയ്തു. ഇതെന്താ ഇങ്ങനത്തെ കണക്ക് വന്നതെന്നറിയാമോ? കിഫ്ബിയുടെ പൈസ, പെൻഷൻ ഫണ്ടിൻ്റെ പൈസ, ട്രാൻസ്പോർട്ടിൻ്റെ പൈസക്ക് ഇതിൻ്റെ കൂടെ കൂടിയേക്കും. അതെങ്ങനെ പ്ലാൻ എക്സ്പെൻഡിച്ചർ ആവുന്നത്? കണക്ക് റിയലിസ്റ്റിക് അല്ല. ഫിനാൻസ് പോലും അറിയാതെയാണ് ഇങ്ങനത്തെ ഒരു കണക്ക് തയ്യാറാക്കിയത്. പിന്നെ നമുക്ക് ലഭിക്കുമെന്ന് കരുതുന്ന തനത് വരുമാനം യഥാർത്ഥ തുകയും തമ്മിൽ
വലിയ അന്തരമാണ്. സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം GSDP റേഷ്യോയിൽ 7.75 പക്ഷേ നാഷണൽ ആവറേജ് 8.5 ആണ്. നമ്മുടെ SOTR തനത് നികുതി വരുമാനം അത് GSDP അനുപാതത്തിൽ 6.41 ദേശീയ ശരാശരി 6.90 കുറവാണ്. കിഫ്ബി ഒരു പ്രതിഭാസമാണ്. അതായത് ബഡ്ജറ്റ് ചെയ്തൊരു എക്സ്ട്രാ ബഡ്ജറ്ററി ആണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. എന്ത് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയതെന്ന് കൂടി വ്യക്തമാണ്. കാരണം സംസ്ഥാനത്തെ വരുമാനത്തിൽ നിന്നും ലഭിക്കുന്ന ബഡ്ജറ്റിൽ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന മോട്ടോർ വെഹിക്കിൾ സെസ് എല്ലാ വർഷവും കൊണ്ട് പോകും. 2000 കോടി മുതൽ 3000-4000 കോടിയൊക്കെ ആവും. അതാണ് അവരുടെ അടിസ്ഥാന ഫണ്ട്. അപ്പോൾ അത് ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കുന്നതാണ്. അവർ കടം മേടിക്കും. കടം മേടിക്കുന്ന വലിയ പലിശയ്ക്കാണ്. അതിനെക്കുറിച്ച് വലിയ ആക്ഷേപമുണ്ട്. വലിയ പലിശയ്ക്ക് കടം മേടിക്കും. കടം മേടിക്കുമ്പോൾ സോവറിൻ ഗ്യാരണ്ടി സ്റ്റേറ്റ് കൊടുക്കണം. അതായത് ഇവർക്ക് അടയ്ക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയും കിഫ്ബിയിലില്ല. അപ്പോൾ കിഫ്ബിക്ക് ഒറ്റയ്ക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും സർക്കാരിലേക്ക് വരും. അപ്പോൾ സർക്കാർ തന്നെ പണം അടിസ്ഥാന ഫണ്ടും കൊടുക്കണം, കടം മേടിക്കുന്ന തുകയും സർക്കാർ കൊടുക്കണം. അതിൻ്റെ വലിയ പലിശ, ഭയങ്കര പലിശ, ഞാൻ കാണിച്ചു തരാം. വലിയ പലിശയ്ക്കാണ് കടം മേടിച്ചിരിക്കുന്നത്. ഈ പലിശയും സർക്കാർ കൊടുക്കണം. അപ്പോൾ സർക്കാരിൻ്റെ മീതെയുള്ളൊരു ബാധ്യതയെ ഇത് സർക്കാരിന് പുറത്താണ് പ്രവർത്തിച്ചിരുന്നത്. ധനകാര്യ വകുപ്പിനെ പോലും അറിയിക്കാതെ പ്രത്യേക സാമ്രാജ്യമായിരുന്നു കിഫ്ബിയുടെ സാമ്രാജ്യം. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ക്യാബിനറ്റും തീരുമാനിച്ചിട്ടുണ്ട്, അത് ഒരു പഠനം നടത്തി എന്താണ് ചെയ്യേണ്ടത്, ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു തീരുമാനം കിഫ്ബിയുടെ കാര്യത്തിലുണ്ടാവും പഠനം നടത്തിയതിന് ശേഷം. പലിശ നോക്കിയേ 8.809.56 അവസാനത്തെ കോളം. പലിശ നോക്കിയേ, പലിശ നിരക്കാണ്. ഇതിനേക്കാൾ കുറഞ്ഞ പലിശ നിരക്കിൽ കിട്ടും, ഗ്ലോബൽ ഫിനാൻസ് മാർക്കറ്റിൽ കിട്ടും. സ്റ്റേറ്റ് പോലും ഇത്രയും വലിയ പലിശക്കല്ല എടുക്കുന്നത്. ഈ പലിശക്ക് എടുത്തിട്ട് ഇവിടുത്തെ ബാങ്കിൽ കൊണ്ട് 6%-7% ഡെപ്പോസിറ്റ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ അത് വലിയ ഒരു ഇതാണ്. പിന്നെ ഓരോ ജില്ലകളിലും ഒരു വിധത്തിലുള്ള ഒരു റീജിയണൽ ബാലൻസ് ഇല്ലാതെ വിവേചനമാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് കണ്ണൂരാണ് പരിപാടി കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോളം നോക്കിയേ, അപ്രൂവ്ഡ് 20.4% കണ്ണൂർ. രണ്ടാമത്തത് 16.7% തിരുവനന്തപുരത്ത്. 3 പാലക്കാട് 15%. 4 എറണാകുളം 11.4%. ബാക്കിയൊക്കെ നോക്കിയേ 3.9, 2.4, 5.5, 1.4, 4.5. ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു വിവിധ ജില്ലകളിൽ വികസന പ്രവർത്തനങ്ങൾ അനുവദിച്ച്. ഇത് അരിയേഴ്സാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് ലോൺ റീപേയ്മെൻറ്റിലുള്ള സംസ്ഥാന ഗവൺമെൻറ് കിട്ടാനുള്ള പൈസയാണ് കാണിച്ചിരിക്കുന്നത്, പണ്ട് മുതലേ ഉള്ളത്. ഗുരുതരമായിട്ടുള്ള ഈ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള 20,500 കോടി രൂപയുടെ പ്രശ്നം, 48,000 കോടി രൂപയുടെ ബാധ്യത, മറ്റു ബാധ്യതകൾ കൂടാതെയാണ്, പലിശ ബാധ്യതകൾ കൂടാതെയാണ്. പെട്ടെന്ന് അടച്ചു തീർക്കേണ്ട 21,000 കോടി രൂപ, പിന്നെ കിഫ്ബിയുടെ ബാധ്യത, പെൻഷൻ ഫണ്ടിൻ്റെ ബാധ്യത ഉൾപ്പെടെ വലിയ ബാധ്യതയാണ് ഉള്ളത്. ഇതാണ് സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക ആരോഗ്യ ചിത്രം. അല്ല, അത് നമ്മുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. ആ 127% പ്ലാൻ എക്സ്പെൻഡിച്ചർ ഇല്ല. പ്ലാനിൽ പെടാത്ത തുകയുടെ എക്സ്പെൻഡിച്ചർ കൂടി ഇതിനകത്തേക്ക് ചേർത്തിരിക്കുകയാണ്. ചേർക്കാൻ പാടില്ല. അത് ഈ കിഫ്ബിയിലെ KSRTC മറ്റു തുകകൾ, പെൻഷൻ ഫണ്ടിൻ്റെയൊക്കെ പൈസ ഇതിനോട് ചേർത്തേക്കുക. ഫിനാൻസ് പോലും അറിയാതെ ചേർത്തേക്കുവാണ്. അല്ല, മറികടക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറികടക്കണമല്ലോ, ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് ആ മാർഗങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതാണ് യഥാർത്ഥ സിറ്റുവേഷൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയണം. അല്ല, അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം ഭാഗത്താണ് കിട്ടാനുള്ളത്. ഓഡിറ്റിംഗ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൊടുക്കണം, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ സർക്കാർ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയല്ല. അതായത് അവർ പറഞ്ഞു GST കോമ്പൻസേഷൻ 5 കൊല്ലം കിട്ടി, 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നെങ്കിൽ 12,000 കോടി കിട്ടുമെന്ന് പറഞ്ഞു. അതെങ്ങനെ കിട്ടണം? GST ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് 5 കൊല്ലത്തേക്ക് കോമ്പൻസേഷനാണ്. 5 കൊല്ലത്തേക്കുള്ള കോമ്പൻസേഷനെ പറഞ്ഞിട്ടുള്ളത്. അത് വാറ്റു 5 കൊല്ലത്തേക്കുള്ള കോമ്പൻസേഷനാണ്. അതെങ്ങനെ 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു എമൗണ്ട് വയ്ക്കണത്? മനസ്സിലായി? ഇപ്പൊ പറഞ്ഞ കാര്യത്തിലത്തെ ഒരു എമൗണ്ട് ആണത്. അല്ലല്ലോ. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 55,000 കോടി രൂപ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ
ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അപ്പോൾ ഈ 55,000 കോടി 5 കൊല്ലം കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഗ്രാന്റ് കിട്ടി. ഇപ്പം ഞങ്ങൾക്ക് 16ാം ധനകാര്യ കമ്മീഷന്റെ കാലത്താണ് ഞങ്ങൾ ഭരിക്കാൻ പോകുന്നത്. ഞങ്ങൾക്കതില്ല. എവിടെയാണ്, ഏത് ഭാഗത്താണ് കാണുന്നതെന്ന് പറഞ്ഞാൽ? ഏത് ഭാഗത്താണ് അങ്ങനത്തെ ഒരു വെള്ളപൂശൽ? എവിടെയാണുള്ളത്? ഇതൊക്കെ ഈ ക്ലീഷേ വന്ന കുറേ വാചകങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്ന ക്ലീഷേ വന്ന കുറേ വാചകങ്ങളാണ്, കുറേ ലെഫ്റ്റ് ജാർഗൻസ്. അതൊന്നും വെച്ചുകൊണ്ട് അതൊന്നും വെച്ചുകൊണ്ട് റിയൽ ആയിട്ടുള്ള കണക്കാണ്, റിയൽ കണക്കാണ്. അത് ലെഫ്റ്റ് ജാർഗൻസ് വെച്ചുകൊണ്ട് ക്ലീഷേ വന്ന വാചകങ്ങളൊന്നും വെച്ചുകൊണ്ട് കണക്കല്ലാതാവില്ല. മനസ്സിലായില്ലേ? കണക്ക് തന്നെയാണ്, അതിലൊരു വ്യത്യാസമില്ല.